മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. കർത്താവിൻ്റെ സ്നേഹം ഏറെ അനുഭവിച്ചറിയുവാൻ ഒരു പുതിയ പ്രഭാതം കൂടി തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പുതിയ പ്രഭാതത്തിൽ പ്രഭാതവിരുന്നിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ഉന്നസ് TV പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹിതമനുസരിച്ച് അങ്ങയുടെ പ്രിയപുത്രന് യോഗ്യരായ മക്കളായി തീർക്കുവാൻ അമ്മ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങളെ സഹായിക്കുകയും പരിപാലിക്കുകയും കൈപിടിച്ച് നടത്തുകയും ചെയ്യണമേ. ഞങ്ങൾ എതിരിടേണ്ടി വരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളോടും എതിർത്ത് നിൽക്കുവാനുള്ള, തിന്മയോട് എതിർത്ത് നിൽക്കുവാനുള്ള കൃപയും വരവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. അങ്ങ് തരുന്ന ജ്ഞാനമാണല്ലോ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവ ഐക്യത്തിൽ ദൈവോന്മുഖരായി ജീവിക്കുവാൻ ഏറെ സഹായിക്കുന്നത്. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം. വിവിധ പ്രശ്നങ്ങളിൽ അലയുന്നവർ, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, അതുപോലെ മറ്റു രോഗങ്ങളാൽ, അങ്ങനെ ഒത്തിരി പലവിധ പ്രശ്നങ്ങളാൽ, സങ്കടങ്ങളാൽ കണ്ണുനീര് കുടിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകമായി ദൈവിക ഇടപെടലുണ്ടാകുവാനായിട്ടും ദൈവിക സമാധാനം അവർ കിട്ടുന്നതിനും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ലോകത്തിലെവിടെയെങ്കിലും ലോക ചരിത്രത്തിൽ ഒരിടത്തും ആരും ആരെക്കുറിച്ചും പറയാത്ത ഒരു വലിയ കാര്യമാണ് കർത്താവ് പറയുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നമ്മളൊക്കെ പറയും, എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ലോകത്തിൻ്റെ മനോഭാവം അതാണ്, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാനല്ല. എന്നാൽ തമ്പുരാൻ ഇവിടെ പറയുന്നു, എനിക്ക് നമ്മളോട് ഓരോരുത്തരും വ്യക്തമായിട്ട് പറയുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തമായ പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ സൗഭാഗ്യത്തിന് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. ഈ ദൈവിക പദ്ധതി എന്താണ് എന്ന് പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരെയും ദൗത്യം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നത്, വീഴ്ചകൾ സംഭവിക്കുന്നത് ഈ ദൈവിക പദ്ധതിക്ക് ഘടകവിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. കാരണം ദൈവിക പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ആ ദൈവിക പദ്ധതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ദൈവത്തോട് ആലോചന ചോദിച്ചിരിക്കണം. പക്ഷെ പലപ്പോഴും നമുക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ സാധിക്കുന്നില്ല. ജീവിതത്തിൽ ഏത് അധപതിച്ച ഘട്ടത്തിൽ നിന്നും, ഏത് വീഴ്ചയിൽ നിന്നും കൈപിടിച്ചുയർത്തുവാൻ കഴിവുള്ള തമ്പുരാനാ പറയുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായെന്ന്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു പരാജയം ഉണ്ടായാൽ, ഒരു വീഴ്ച ഉണ്ടായാൽ നമ്മൾ നിരാശരാകരുത് എന്ന് പറയുന്നത്. പലപ്പോഴും പ്രതീക്ഷകൾ തകിടം മറിയുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. എല്ലാം സുരക്ഷിതമാണ് എന്ന് കരുതുമ്പോൾ, എല്ലാം സന്തോഷമായി നടക്കുമെന്ന് കരുതുന്ന അവസരത്തിലായിരിക്കാം പെട്ടെന്ന് കൊള്ളിയാൻ പോലെ എല്ലാ കാര്യങ്ങളും മാറി മറിയുന്നത്.
ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മാനുഷികമായ ബലഹീനതകൾ വെച്ച് നമ്മൾ നിരാശയിലേക്ക് പോകും. സഹോദരങ്ങളെ കുറ്റം പറയും, അയൽക്കാരെ കുറ്റം പറയും, എന്തിനേറെ ദൈവത്തെ പോലും കുറ്റം പറയും. എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിച്ചാൽ, പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, എനിക്ക് നിന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, ഇതിനേക്കാൾ മെച്ചമായ ഒരു പദ്ധതി നിന്നെക്കുറിച്ച് എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ ദൈവിക സ്വരം ശ്രവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ചില അവസരങ്ങളിൽ മാനുഷിക തലത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാര്യം തന്നെയാണിത്. എങ്കിൽ പോലും ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ദൈവ മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ നമുക്കത് സാധിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് അത് കൂട്ടിച്ചേർക്കുന്നു. അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ സന്തോഷത്തിനും സൗഭാഗ്യത്തിനും വേണ്ടിയുള്ളതാണ് എന്ന്. ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഇല്ലാതെ പോകുന്നത്. മാനുഷിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പിന്നെയും ചിന്തിക്കും, ഈ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറയുന്നു, അതിനി എന്തായിരിക്കും, അതിൻ്റെ ഫലം എന്തായിരിക്കും, ഇങ്ങനെ നമ്മളൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ അവിടെ തുടർന്ന് ദൈവം പറയുന്ന ആ വാക്കുകൾ കൂടി ശ്രദ്ധിക്കണം. അത് നിന്റെ നാശത്തിനല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം എന്നെപ്പറ്റി എന്ത് പദ്ധതി തയ്യാറാക്കിയാലും അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദൈവം എൻ്റെ കുടുംബത്തെപ്പറ്റി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി എൻ്റെ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദൈവം എൻ്റെ മക്കളെപ്പറ്റി, എൻ്റെ ജീവിത പങ്കാളിയെപ്പറ്റി, എൻ്റെ സമൂഹ അംഗങ്ങളെപ്പറ്റിയൊക്കെയുള്ള ദൈവിക പദ്ധതികളെല്ലാം അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. പലപ്പോഴും നമുക്ക് ഈ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിരാശരും അസ്വസ്ഥരും ഒക്കെ ആയിത്തീരുന്നത്, സംശയം ഉള്ളവരായിത്തീരുന്നത്, അതുപോലെ ഭയത്തിൻ്റെ അടിമകളായിത്തീരുന്നത്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഭയത്തിന് അടിസ്ഥാനമില്ല, ഭയത്തിന് സ്ഥാനമില്ല. ഭയം ഒരിക്കലും നന്മയിൽ നിന്ന് വരികയില്ല. നമുക്കറിയാം, ഭയം എപ്പോഴും തിന്മയിൽ നിന്ന് വരുന്നതാണ്. അത് സാധിക്കുമോ, ഇത് സാധിക്കുമോ, ദൈവം എന്നെ അന്ത്യം വരെ കാത്തു പരിപാലിക്കും, ഇങ്ങനെയുള്ള ഭയങ്ങൾ, അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാകുന്നത് തിന്മയിൽ നിന്നാണ്. വിശ്വാസം എപ്പോഴും നമ്മൾ പറയുന്നത്, നീ ഒന്നുകൊണ്ടും അസ്വസ്ഥരാകേണ്ട, ഞാൻ കൂടെയുണ്ട്. കർത്താവ് പലപ്രാവശ്യം തിരുവചനങ്ങളോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും അസ്വസ്ഥരാകേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. യോശുവ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുക, ഞാൻ പറയുന്ന വഴിയെ നീ പോവുക, നിന്നെ ഞാൻ ശക്തിപ്പെടുത്തും. തൻ്റെ പ്രവാചകന്മാരിലൂടെ കർത്താവ് പറഞ്ഞ ആ കാര്യം ഇന്ന് അവിടുന്ന് നമ്മളോടും പറയുന്നുണ്ട്. ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ, ഞാൻ പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ നീ മുമ്പോട്ട് പോവുക, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തിക്കൊള്ളാം, നീ ഭയപ്പെടേണ്ട. പക്ഷെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ ദൈവിക വാക്കുകളേക്കാൾ കൂടുതലായിട്ട് മാനുഷിക വാക്കുകൾക്ക് നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഒരു വ്യക്തി നമ്മളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അതിൽ വിശ്വാസം അർപ്പിക്കും. എന്നാൽ ദൈവം നമ്മൾ പറയുമ്പോൾ നമ്മൾ സംശയം മനസ്സുള്ളവരായിത്തീരുകയാണ്. ഇവിടെയാണ് നമുക്ക് പാളിച്ചകൾ സംഭവിക്കുന്നത്. കൂട്ടുകാരുടെ അല്ലെങ്കിൽ സ്നേഹിതരുടെയൊക്കെ വാക്കുകൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്നതേ ഉള്ളൂ. സാഹചര്യങ്ങൾക്കൊത്ത് ബന്ധങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എന്നാൽ ആത്യന്തികമായി എൻ്റെ സ്നേഹിതനും എൻ്റെ പരിപാലകനും എൻ്റെ കൂടെ നടക്കുന്നവനും എൻ്റെ തമ്പുരാനാണ് എങ്കിൽ ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാകുകയില്ല. കാരണം ദൈവം മാറ്റമില്ലാത്തവനാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു സ്വഭാവം, നമ്മൾ എങ്ങനെയെങ്കിലും ഗതികെട്ട് ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നുള്ളതല്ല. മനുഷ്യർ അങ്ങനെ ചിന്തിക്കാറുണ്ട്, അങ്ങനെയുള്ള ചില പദ്ധതികൾ തയ്യാറാക്കാറുണ്ട്. എന്നെങ്ങനെയെങ്കിലും ഗതികെട്ട് ഇവൻ എൻ്റെ അടുത്ത്, നമ്മൾ പലരും പറയാറുന്നുണ്ട്, ഇവൻ എന്തേരെ ഗമ കാണിച്ചാലും അവസാനം ഇവൻ കറങ്ങിത്തിരിഞ്ഞ് ഗതികെട്ട് എൻ്റെ അടുത്ത് തന്നെ വരും, നിങ്ങൾ നോക്കിക്കുക. ആൾക്കാർ വെല്ലുവിളിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒരു വെല്ലുവിളി ഇല്ല. ഒരിക്കലും നമ്മൾ ഗതികെട്ട് കറങ്ങിത്തിരിഞ്ഞ് നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ മക്കൾ സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് തന്നെ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൂർണ്ണതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മാത്രമേ അത് ആഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. താനും മനുഷ്യർക്ക് അത് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നീ ഒരു കാരണവശാലും മനുഷ്യരിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയം വെക്കേണ്ടത് നമ്മുടെ തമ്പുരാനിൽ തന്നെയാണ്. അങ്ങനെ ആശ്രയം വെക്കാൻ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിന് പൂർണ്ണത കണ്ടെത്തുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായിരുന്നു തൻ്റെ ഏകജാതനെ പോലും നമുക്ക് വേണ്ടി നൽകുവാൻ തയ്യാറായത്, ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തയ്യാറായത്. അതാണ് ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണത. വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണത്. യേശു തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു സ്നേഹം പ്രകടമാക്കുവാൻ മറ്റാർക്കും
സ്വന്തം മാതാപിതാക്കൾക്ക് പോലും നിങ്ങളുടെ മക്കളോട് ഇത്തരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുകയില്ല. ആ സ്നേഹം അനുഭവിച്ചറിയുവാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഈ നോമ്പുകാലം നമുക്ക് കാണിച്ചു തരുന്നത് അതുതന്നെയാണ്. തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച് സകല പീഡനങ്ങൾക്കും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ പീഡാസഹനങ്ങളിലൂടെ നമ്മെ വീണ്ടെടുക്കുന്ന ആ തമ്പുരാൻ്റെ ആ വലിയ സ്നേഹം, ഈ സ്നേഹം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ധ്യാന വിഷയമാകേണ്ട ഇതാണ്: ദൈവം ഇത്രമാത്രം എന്നെ സ്നേഹിക്കുവാനായി തനിക്ക് ഉള്ളതെല്ലാം, തൻ്റെ ഉള്ളതെല്ലാം നമുക്ക് വേണ്ടി നൽകുവാൻ ദൈവത്തിന് അങ്ങനെ സാധിച്ചു. അതിനുള്ള യോഗ്യത എനിക്ക് എന്താണ്? നമ്മൾ സ്വയം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം നമ്മൾ ദൈവത്തെ വെല്ലുവിളിക്കുകയും ദൈവത്തോട് എതിരിടുകയും ചെയ്യുന്ന നമ്മളെ അതൊന്നും പരിഗണിക്കാതെ ഏറെ സ്നേഹത്തോടെ കൈനീട്ടി സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം എന്നെ ഏത് സാഹചര്യത്തിലാക്കിയിരിക്കുന്നുവോ, ചിലപ്പോൾ അത് കുടുംബജീവിതത്തിലാകാം, ചിലപ്പോൾ സമർപ്പണ ജീവിതത്തിലാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിത മേഖലകളിലാകാം. ഏത് സാഹചര്യങ്ങളായിരുന്നാലും ദൈവഹിതമനുസരിച്ച്, ദൈവഹിതം അന്വേഷിച്ച് അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിത്തീരുക. പലർക്കായിട്ട് വിവിധിച്ചു കൊടുത്ത ജീവിതമല്ല, പൂർണ്ണതയുള്ള ഒരു ജീവിതം, സന്തോഷമുള്ള ഒരു ജീവിതം. ഈ നിരാശ കരഞ്ഞ ജീവിതമല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തിയും പോരടിച്ചും പരസ്പരം വഴക്കടിച്ചും ക്ഷമിക്കുവാൻ പറ്റാതെയും നിസ്സാര കുറ്റങ്ങൾക്ക് പോലും ഏറ്റുമുട്ടിയും ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവവചനം നമ്മോട് പറയുന്നു, നിങ്ങളതിനെ പൂർണ്ണതയിൽ ജീവിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വേണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുക. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാൻ തരും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കുന്നവരാ, സ്വന്തമാകാൻ ശ്രമിക്കുന്നവരാ. പക്ഷെ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞ ഫരിസേയരെ നോക്കി പറഞ്ഞതാണ്, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ നോക്കി പറഞ്ഞതാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാനത് തരും. ആ ഒരു വാഗ്ദാനം നമുക്കുള്ളത് കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുവാനായിട്ട് അവകാശത്തോടെ ചോദിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവമക്കൾ എന്ന നിലയിൽ അവകാശത്തോടെ തമ്പുരാനോട് ചോദിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ അവകാശം എടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ ദൈവത്തിന് മുമ്പിൽ അവകാശത്തോടെ ചോദിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഉള്ളത് ഭയമാണ്. ദൈവം എന്നെ സ്വീകരിക്കുമോ? ദൈവം എൻ്റെ വീഴ്ചകൾ എണ്ണി വെച്ചുകൊണ്ട് അതിനനുസരിച്ച് എന്നെ ശിക്ഷിക്കുമോ? അല്ലെങ്കിൽ ദൈവം എന്നിൽ നിന്ന് മുഖം തിരിച്ചതുകൊണ്ടാണോ എൻ്റെ ജീവിതങ്ങളിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്, അസ്വസ്ഥതകൾ സംഭവിക്കുന്നത്, ഞാൻ ആരുമല്ലാതായി തീരുന്നത്, പ്രതീക്ഷകൾ തകരുന്നത് എന്നൊക്കെയുള്ള ചിന്തകളാണ് എപ്പോഴും നമ്മൾ, ഈ ഭയത്തിൻ്റെ ചിന്തകളാണ് എപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ വിശ്വാസ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. കാരണം കർത്താവിൻ്റെ കരം അവനെ വ്യക്തമായിട്ട് പിടിച്ചിരിക്കുകയാണ്. കർത്താവ് ജോഷുവയോട് പറയുന്നുണ്ട്, മോശയുടെ കാലത്ത് എന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ നടക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, നീ ഭയപ്പെടേണ്ട. മോശയെ വിളിച്ചപ്പോൾ മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, എനിക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല, ഞാൻ ബാലനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ മോശയോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, സംസാരിക്കുവാൻ കഴിവ് തരുന്നത് ഞാനാണ് നിന്നെ നയിക്കുന്നത്. ഈ രീതിയിലൊക്കെയുള്ള വാഗ്ദാനം ഇന്നും നമ്മുടെ ഇടയിലുമുണ്ട്. നമ്മളും കർത്താവ് പറയുന്നതാണ്, ഞാൻ പറയുന്നിടത്തേക്ക് നീ പോവുക, ഞാനാണ് നിന്നെ നയിക്കുന്നത്. മാനുഷിക ശക്തിയല്ല, ഈ ബോധ്യം നമുക്കുണ്ടാവണം. ദൈവാനുഗ്രഹത്തിൽ നിറഞ്ഞ് ജീവിക്കുവാനായിട്ട്, ദൈവാശ്രയ ബോധത്തിൽ നിറഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ നിരാശയിലേക്ക്, വേദനകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക് കടന്നു പോകാനിടയാവും. നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധപ്പെടലാണ്, സംഭാഷണമാണ്. നിരന്തരം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം, പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും മടുപ്പ് തോന്നുകയാണ്. ദൈവത്തോടു കൂടി അല്പസമയം ആയിരിക്കുവാനായിട്ട് നമുക്ക് മടുപ്പ് തോന്നുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഭയമാണ്. കാരണം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ പോയാൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കേണ്ടി വന്നാൽ എൻ്റെ ഒത്തിരി സ്വാർത്ഥ താല്പര്യങ്ങൾ, എൻ്റെ കണക്കൂട്ടലുകളൊക്കെ ചിലപ്പോൾ പിഴച്ചെന്ന് വരും. ഇത് സംഭവിക്കാൻ പാടുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ മൂലമാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നകന്നു നിൽക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാൻ പോലും മടി കാണിക്കുന്നത്. ഈ ഒരു മനോഭാവമാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഏതൊരു സാഹചര്യത്തിലും തമ്പുരാനോട് കൂടെ ആയിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതം ഒരു മരുഭൂമി ജീവിതമാണ്. ഒത്തിരി നമ്മൾ നടന്നു തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ യാത്രയിലൊക്കെ നമ്മളെ സഹായിക്കുന്നത്, നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് നമ്മുടെ തമ്പുരാനാണ്.
ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വർഷങ്ങളോളം മരുഭൂമിയിലൂടെ കടന്നു പോകേണ്ടി വരും. മരുഭൂമി അനുഭവമായിരുന്നു അവരുടെ ജീവിതം. ആ സാഹചര്യത്തിലൊക്കെ ദൈവം വരെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പകൽ മേഘസ്തംഭമായ രാത്രിയിൽ അഗ്നിത്തൂണായും അവരെ നയിച്ച ദൈവമാണ് അവരുടെ കൂടെ ഉള്ളത്. ആ ദൈവമാണ് ഇന്നും നമ്മളെ നയിക്കുന്നത്. ജീവിതം ഒരു മരുഭൂമി ജീവിതമായിട്ട് നമുക്ക് അനുഭവപ്പെടുമ്പോൾ പകൽ തണലേകുവാനും രാത്രിയിൽ വെളിച്ചമേകുവാനും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. അതുകൊണ്ട് ആ പ്രവാചകൻ പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്കൊരു വലിയൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിന് വേണ്ടിയല്ല, ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ആത്യന്തികമായി നിനക്ക് നന്മയെ ഉണ്ടാകുകയുള്ളൂ. നീ വിജയിക്കും. നിൻ്റെ ജീവിതം ഒരു ചരിത്രമായി മാറും. നിൻ്റെ ജീവിതം ഒരു അനുഭവമായി മാറും. നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക്, അനേകർക്ക് ഒരു പാഠമായിട്ട് മാറും. ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് വളരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹത്തിൻ്റെ രൂപയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും എല്ലാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ, ത്രിത്വൈക കൂട്ടായ്മയുടെ ചൈതന്യത്തിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. നസ്രത്തിലെ തിരുകുടുംബത്തിൽ അങ്ങ് കാത്തു പരിപാലിച്ചതുപോലെ, ദൈവകുമാരനെ അങ്ങ് കാത്തു പരിപാലിച്ച് വളർത്തിയതുപോലെ, ദൈവഹിതമനുസരിച്ച് ജീവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയും പ്ലാനുമാണ്. അതിലൂടെ എല്ലാം നന്മയെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ആ പൂർണ്ണ ബോധ്യത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. എല്ലാം എവിടെയും ഏതു സാഹചര്യത്തിലും ദൈവഹിതം മാത്രം അന്വേഷിച്ച അങ്ങയുടെ ആ മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വളർത്തണമേ. സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ സകല വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും സമയാസമയങ്ങളിൽ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. എപ്പോഴും ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന മക്കളായി തീരുവാൻ, ദൈവിക സാന്നിധ്യത്തിൽ സന്തോഷം അനുഭവിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാർപ്പാപ്പായോടും കർദിനാളന്മാരോടും മെത്രാപ്പൊലീത്താമാരോടും മെത്രാന്മാരോടും സകല വൈദിക ഗണത്തോടും ഇന്ന് ലോകത്ത് അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യയുടെ യോഗ്യതയോടും കൂടെ നിങ്ങളെ ഹൃദയപൂർവ്വം ഞാൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ലോകമെമ്പാടുമുള്ള മരിയൻ കൂടാനിരുന്ന് നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും ചേർത്ത് വയ്ക്കാം. സാധിക്കുന്ന സമയങ്ങളിലെല്ലാം അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയെ ഏറെ ശക്തിപ്പെടുത്തുവാൻ, ആത്മാവിൽ നിറഞ്ഞതായി തീരുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.